അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ച. പാരീസ് ഒളിമ്പിക്സ് പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സുവർണ പ്രതീക്ഷയായിരുന്ന നിലവിലെ ഒളിമ്പിക് ചാമ്പ്യൻ നീരജ് ചോപ്രയ്ക്ക് വെള്ളി. 89.45 എന്ന സീസണിലെ തന്റെ ഏറ്റവും മികച്ച ദൂരം കണ്ടെത്തിയിട്ടും വെള്ളി നേടാനേ താരത്തിനായുള്ളൂ. 92.97 മീറ്റർ എറിഞ്ഞ് ഒളിമ്പിക് റെക്കോർഡോടെ പാകിസ്ഥാന്റെ അർഷാദ് നദീം സ്വർണം നേടിയതോടെയാണ് നീരജ് ചോപ്ര രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. 88.54 മീറ്റർ ദൂരമെറിഞ്ഞ ഗ്രനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സിനാണ് വെങ്കലം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കലത്തിളക്കം. ഇന്നലെ നടന്ന വെങ്കല മെഡൽ പോരാട്ടത്തിൽ സ്പെയിനിനെ 1-2 ഗോളുകൾക്ക് കീഴടക്കിയാണ് തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും ഇന്ത്യൻ ടീം വെങ്കല മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗിന്റെ ഇരട്ട ഗോളുകളാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത്. പാരീസ് ഒളിമ്പിക്സിന് മുമ്പ് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഗോൾ കീപ്പർ PR ശ്രീജേഷിന് ഒളിമ്പിക് വെങ്കല മെഡൽ നേട്ടത്തോടെ മടക്കം. 2 പതിറ്റാണ്ടിനടുത്ത് ടീമിന്റെ ഗോൾവല വിശ്വസ്തയോടെ കാത്ത ശ്രീജേഷിന്റെ വിടവാങ്ങൽ മത്സരത്തിന് വെങ്കല നിറം പകരാൻ ഇന്ത്യൻ ടീമിനായി. 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി എന്ന മേൽവിലാസവും ശ്രീജേഷ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ ജേഴ്സിയിൽ താരത്തിന്റെ 335 മത്സരം കൂടിയായിരുന്നു ഇന്നലത്തേത്. വയനാട്ടിലെ ദുരന്തബാധിത മേഖല പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ 10 മണി മുതൽ ജില്ലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ പോലീസ് മേധാവി. കൽപ്പറ്റ, മേപ്പാടി ടൗണുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. ഇവിടേക്ക് ആംബുലൻസ് ഉൾപ്പെടെയുള്ള അത്യാവശ്യ വാഹനങ്ങൾ മാത്രമേ കയറ്റിവിടുകയുള്ളൂ എന്നും പോലീസ് അറിയിച്ചു. നാളെ 11:55 പ്രധാനമന്ത്രി വയനാട്ടിൽ എത്തും. 12 മണി മുതൽ 3 മണി വരെ പ്രധാനമന്ത്രി വയനാട്ടിലുണ്ടാകുമെന്നാണ് വിവരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ 225 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 195 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. DNA സാമ്പിൾ ഫലം വന്നാൽ മാത്രമേ കൃത്യമായ എണ്ണം കണക്കാക്കാനാകൂ. കുട്ടികളടക്കം 1942 പേർ ക്യാമ്പിലുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 91 സർക്കാർ ക്വാർട്ടേഴ്സുകൾ താൽക്കാലിക പുനരധിവാസത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട്. വയനാട് സൺറൈസ് വാലിയിൽ നടത്തിയ തെരച്ചിലിൽ ഇന്നലെയും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ദുരന്തഭൂമിയിൽ നിന്നും അകലെ വളരെ ദുർഘടമായ മേഖലയിലായിരുന്നു ഇവിടം. ഇന്നലത്തെ തെരച്ചിൽ സംഘത്തിൽ 25 അംഗങ്ങളുണ്ടായിരുന്നു. കൂടാതെ ഇന്നലെ സൺറൈസ് വാലിയിലേക്ക് പോയ സംഘത്തിൽ കേരളത്തിന്റെ കെടാവർ നായ്ക്കളായ മായയും മർഫിയും ഉണ്ടായിരുന്നു. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഇന്ന് ജനകീയ തെരച്ചിൽ. ക്യാമ്പിൽ കഴിയുന്നവരും പൊതുജനങ്ങളും ജനപ്രതിനിധികളും ദൌത്യസംഘത്തിനൊപ്പം ചേർന്ന് വിവിധ സോണുകളിൽ തെരച്ചിൽ നടത്തും. എന്നാൽ നാളത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന തെരച്ചിൽ 11 മണിക്ക് അവസാനിപ്പിക്കും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട്ടിൽ സമഗ്ര പുനരധിവാസം ആവശ്യമാണെന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അനുകൂല നടപടി പ്രതീക്ഷിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. വയനാട്ടിലെ ദുരന്ത തീവ്രത അറിയാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 9 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന്റെ ടീം ലീഡറായ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാർ ഇന്നലെ ഓഫീസിലെത്തി സന്ദർശിച്ചിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ 27 ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെ 91 സർക്കാർ ക്വാർട്ടേഴ്സുകൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അടിയന്തര പുനരധിവാസത്തിന് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിനുള്ള കളക്ഷൻ സെന്ററിൽ 7 ടൺ പഴകിയ തുണി എത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് സംസ്കരിക്കേണ്ടി വന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി. ഫലത്തിൽ ഇത് ഉപദ്രവമായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികളും ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഒഴിവാക്കിയതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. രക്ഷാപ്രവർത്തനവും പുനരധിവാസത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു.
വയനാട്ടിലെ ദുരിതബാധിതർക്കായുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് ത്രിതല പഞ്ചായത്ത് പരിധികളിൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ, ഫ്ളാറ്റുകൾ, ഹോസ്റ്റലുകൾ തുടങ്ങിയവയുടെ പട്ടിക അടിയന്തരമായി നൽകാൻ തദ്ദേശ സ്ഥാപന മേധാവികൾക്ക് കർശന നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ രാജൻ പറഞ്ഞു. പുനരധിവാസത്തിന് സൗകര്യമൊരുക്കുന്ന കാര്യത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഉദ്യോഗസ്ഥർ നിർവഹിക്കുന്നതെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വയനാട് ദുരന്തത്തിൽ സൈന്യത്തിന്റെയും NDRFന്റെയും സാന്നിധ്യം കൂടാതെ കേന്ദ്രത്തിന്റെ ഒരു സഹായവും ഉണ്ടായിട്ടില്ലെന്ന് VD സതീശൻ. കേന്ദ്രം സാമ്പത്തികമായി സഹായിക്കണമെന്നും വയനാട് പുനരധിവാസ പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കേണ്ടതെന്നും സതീശൻ പറഞ്ഞു. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള വാർണിംഗ് സിസ്റ്റം വയനാട് ഉൾപ്പെടെ സംസ്ഥാനത്താകെ പ്രയോജനപ്പെടുത്തണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഹൈക്കോടതി ഇടപെടൽ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാൻ രജിസ്ട്രിക്ക് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. അനധികൃത ഖനനവും പ്രളയമടക്കമുള്ള കാര്യങ്ങളും നിയന്ത്രിക്കാൻ നിയമപരമായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണമെന്നും കോടതി വ്യക്തമാക്കി. മാധ്യമ വാർത്തകളുടെയും ഹൈക്കോടതിക്ക് ലഭിച്ച കത്തിന്റെയും അടിസ്ഥാനത്തിലാണ് വയനാട് ഉരുൾപൊട്ടലിൽ സ്വമേധയാ കേസെടുക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 13 വർഷത്തിനുള്ളിൽ ക്വാറികളുടെ എണ്ണം 3104 നിന്ന് 561 കുറഞ്ഞെന്ന് മന്ത്രി പി രാജീവ്. ക്വാറികൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് വയനാട് ഉരുൾപൊട്ടൽ സംഭവിച്ചതെന്ന അപൂർവം ചില നിരീക്ഷണങ്ങളും ലേഖനങ്ങളും കാണുകയുണ്ടായെന്നും എന്നാൽ കഴിഞ്ഞ കുറച്ചുകാലമായി ക്വാറികളുടെ എണ്ണം കുറയുകയാണുണ്ടായതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതബാധിതരുടെ ക്യാമ്പുകളിലേക്കും രക്ഷാപ്രവർത്തകർക്കും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ കളക്ഷൻ സെന്ററിൽ ആവശ്യത്തിനുണ്ടെന്ന് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ അറിയിച്ചു. ഇതിനാൽ തൽക്കാലത്തേക്ക് കളക്ഷൻ സെന്ററിൽ ഭക്ഷ്യസാധനങ്ങൾ സ്വീകരിക്കുന്നത് നിർത്തിവെച്ചതായും കളക്ടർ അറിയിച്ചു. വയനാട് ദുരന്തത്തിന് കാരണം അനധികൃത കുടിയേറ്റങ്ങളാണെന്നും ദുരന്തത്തിന്റെ ഇരകൾ അനധികൃത കയ്യേറ്റക്കാരാണെന്നുമുള്ള രീതിയിൽ നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ മന്ത്രി എ കെ ശശീന്ദ്രൻ കത്തയച്ചു. ദുരന്തത്തിന്റെ ഇരകളെ അനധികൃത കുടിയേറ്റക്കാരായി ചിത്രീകരിക്കുന്നത് അപലപനീയമാണ്. ദുരന്തത്തിന് ഇരകളായവരുടെ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും രക്ഷാപ്രവർത്തകർ വീണ്ടെടുക്കുന്ന വേളയിൽ ഈ പ്രസ്താവന വേദനാജനകമാണെന്നും മന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. മുല്ലപ്പെരിയാർ ഡാമിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയത്തിൽ നേരത്തെ സർക്കാർ സ്വീകരിച്ച സമീപനം തന്നെ തുടരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ IPS തലത്ത് അഴിച്ചുപണി. ബെവ്കോ MDയായ ADGP യോഗേഷ് ഗുപ്തയെ വിജിലൻസ് ഡയറക്ടറാക്കി. ബെവ്കോ MDയായി IG ഹർഷിത അത്തല്ലൂരിനെ നിയമിച്ചു. ആദ്യമായാണ് ബെവ്കോയുടെ തലപ്പത്ത് ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ നിയമിക്കുന്നത്. ഗതാഗത കമ്മീഷണറായിരുന്ന ADGP S ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനത്തേക്കാണ് മാറ്റിയത്. IG A അക്ബറാണ് പുതിയ ഗതാഗത കമ്മീഷണർ. IG CH നാഗരാജുവിനെ ക്രൈംബ്രാഞ്ച് IG-യാക്കി. തിരുവനന്തപുരം റേഞ്ച് DIG-യായി അജിത ബീഗത്തെ നിയമിച്ചു. കണ്ണൂർ റേഞ്ച് DIG തോംസൺ ജോസിനെ തൃശൂരിലേക്ക് നിയമിച്ചു. കണ്ണൂർ റേഞ്ചിന്റെ ചുമതലയുമുണ്ടാകും. DIG ജയനാഥിനെ പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD-യായും നിയമിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ രോഗി 42 മണിക്കൂർ കുടുങ്ങിയ സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഹാജരാക്കിയ റിപ്പോർട്ട് അപൂർണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ജൂലൈ 14 മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എല്ലാ വിഭാഗങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും വ്യക്തമാക്കണം. അന്ന് ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുടെ സേവനം ലഭ്യമായിരുന്നോ എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് 30 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി MP രാജേഷ് അറിയിച്ചു. നഗരസഭകൾ വഴി തുക ഉടൻ തന്നെ തൊഴിലാളികൾക്ക് വിതരണം ചെയ്യും. ഈ സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ പദ്ധതിക്കായി ആകെ അനുവദിച്ചത് 62.94 കോടി രൂപയാണ്. മയക്കുമരുന്ന് കേസുകളിൽ തുടർച്ചയായി ഉൾപ്പെടുന്ന പ്രതികളെ കരുതൽ തടങ്കലിൽ വയ്ക്കാനുള്ള നിയമവ്യവസ്ഥ കർശനമായി നടപ്പിലാക്കാൻ എക്സൈസ് സേനയ്ക്ക് മന്ത്രി MP രാജേഷ് നിർദ്ദേശം നൽകി. ലഹരിമരുന്ന് നിരോധന നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായി ഒരു പ്രതി കരുതൽ തടങ്കലിലായത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ്. മയക്കുമരുന്ന് കേസുകളിലെ സ്ഥിരം കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ച് പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു.
അങ്കമാലി ശബരി റെയിൽപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെന്റിൽ നൽകിയ മറുപടി തെറ്റിദ്ധാരണജനകമെന്ന് സംസ്ഥാനത്തെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ. സംസ്ഥാനത്തെ എല്ലാ റെയിൽ വികസന പദ്ധതികൾക്കും സംസ്ഥാന സർക്കാർ വളരെ സജീവമായ പിന്തുണയാണ് നൽകി വരുന്നത്. അങ്കമാലി ശബരി പാതയുടെ കാര്യത്തിലും ഈ പിന്തുണ വ്യക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് SSLC പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്ക് വിവരം ഇനി അറിയാം. എന്നാൽ പരീക്ഷാഫലത്തിനൊപ്പം മാർക്ക് ലഭിക്കില്ല. SSLC പരീക്ഷ കഴിഞ്ഞ് 3 മാസത്തിനു ശേഷം വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന പക്ഷം മാർക്ക് വിവരം വെളിപ്പെടുത്താനാണ് അനുമതി. ഇത് സംബന്ധിച്ച് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. എന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്തെ? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോൺ. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കേന്ദ്ര വഖഫ് കൌൺസിലിന്റെയും സംസ്ഥാന ബോർഡുകളുടെയും അധികാരങ്ങൾ കുറച്ചുകൊണ്ട് സർക്കാരിന്റെ നിയന്ത്രണം ശക്തമാക്കുന്ന ബില്ലിനെ ലോക്സഭയിൽ എതിർത്ത് പ്രതിപക്ഷം. വഖഫ് ബോർഡുകളിൽ മുസ്ലിം ഇതരരെ ഉൾപ്പെടുത്തുന്നത് ചൂണ്ടിക്കാട്ടി അയോധ്യ ക്ഷേത്ര ഭരണസമിതിയിലും ഗുരുവായൂർ ദേവസ്വം ബോർഡിലും ഹിന്ദു വിശ്വാസികളല്ലാത്തവരെ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് KC വേണുഗോപാൽ MP ചോദിച്ചു. ബിൽ ഭരണഘടനയ്ക്ക് എതിരായ ആക്രമണമാണെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു. വഖഫ് ബിൽ ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ കൊമ്പുകോർത്ത് അഖിലേഷ് യാദവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. വഖഫ് ബില്ലിനെ എതിർത്ത് സംസാരിക്കവേ അഖിലേഷ് നടത്തിയ പ്രസ്താവന അമിത്ഷായെ പ്രകോപിപ്പിച്ചു. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് വഖഫ് ബിൽ അവതരിക്കപ്പെട്ടതെന്ന് പറഞ്ഞ അഖിലേഷ് സ്പീക്കറുടെ അധികാരങ്ങൾ കവരാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്ന് ആരോപിച്ചു. അഖിലേഷ് ഇത്തരം പ്രസ്താവനകൾ സഭയിൽ നടത്തരുതെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. ഷെയ്ഖ് ഹസീന എത്ര ദിവസം ഇന്ത്യയിൽ തങ്ങുമെന്ന കാര്യത്തിൽ മൗനം പാലിച്ച് വിദേശകാര്യ മന്ത്രാലയം. വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ടെലിഫോണിൽ ചർച്ച നടത്തിയെന്നും ബംഗ്ലാദേശിലെ സാഹചര്യം ചർച്ച ചെയ്തതെന്നും S ജയശങ്കർ അറിയിച്ചു. രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിച്ചാൽ അമ്മ ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോകുമെന്ന് ഷെയ്ഖ് ഹസീനയുടെ മകനും അവാമി ലീഗ് നേതാവുമായ സജീബ് വാസിദ് ജോയ്. വിരമിച്ച രാഷ്ട്രീയക്കാരിയായാണോ രാജ്യത്തേക്ക് തിരിച്ചെത്തുകയെന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും വാർത്താ ഏജൻസിയായ PTIക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ അധികാരമേറ്റു. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ രാജ്യസഭയിൽ അംഗമാക്കണമെന്ന ആവശ്യവുമായി ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹൂഡ. വിനേഷ് ഫോഗട്ടിനെ കോൺഗ്രസ് രാജ്യസഭയിലേക്ക് അയക്കുമായിരുന്നെന്നും അതിന് കഴിയാത്ത സാഹചര്യത്തിൽ ഹരിയാന സർക്കാർ രാജ്യസഭാംഗത്വം നൽകണമെന്നും ഭൂപീന്ദർ സിംഗ് ഹൂഡ പറഞ്ഞു. ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്ത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും പ്രസിഡന്റ് സഞ്ജയ് സിംഗും ഗെയിംസ് വില്ലേജിലെത്തി തന്റെ കാര്യത്തിൽ അനാവശ്യ ഇടപെടൽ നടത്തുന്നുവെന്ന് വിനേഷ് ഫോഗട്ട് ഹൈക്കോടതിയെ അറിയിച്ചു. പാരീസ് ഒളിമ്പിക്സിലെ 50 കിലോ ഗുസ്തിയിൽ നിന്ന് അയോഗ്യയാക്കിയതിനെതിരെ ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ വാദം ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 വിനേഷ് ഫോഗട്ടിന്റെ വാദം. പ്രമുഖ ഇന്ത്യൻ അഭിഭാഷകനെ കായിക കോടതിയിൽ എത്തിക്കാൻ ശ്രമം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പാരീസ് ഒളിമ്പിക്സ് പുരുഷ വിഭാഗം 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഇന്ത്യയുടെ അമൻ സെഹ്റാവത്ത് സെമി ഫൈനലിൽ പരാജയപ്പെട്ടു. സെമിയിൽ ജപ്പാന്റെ റി ഹിഗുച്ചിയാണ് അമനെ പരാജയപ്പെടുത്തിയത്. ഇനി വെങ്കലത്തിന് വേണ്ടി അമൻ മത്സരിക്കും. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ടീം ഇന്ത്യയെയും നീരജിനെയും പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെങ്കലം നേടിയ ഇന്ത്യയുടെ ഹോക്കി ടീം തിളങ്ങുകയാണെന്നും ഒളിമ്പിക്സിലെ തുടർച്ചയായ 2ാം വെങ്കല നേട്ടമായതിനാൽ ഇത് ഏറെ സ്പെഷ്യലാണെന്നും മോദി എക്സിൽ കുറിച്ചു. നീരജ് ചോപ്ര മികച്ച വ്യക്തിത്വമാണെന്നും അവൻ വീണ്ടും തന്റെ മിടുക്ക് കാണിച്ചുവെന്നും വീണ്ടുമൊരു ഒളിമ്പിക് വിജയവുമായി അദ്ദേഹം തിരിച്ചെത്തിയതിൽ ഇന്ത്യ ആഹ്ലാദിക്കുന്നുവെന്നും വരാനിരിക്കുന്ന എണ്ണമറ്റ അത്ലറ്റുകൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരുന്നതിന് അദ്ദേഹം തുടർന്നും പ്രചോദനമാവട്ടെയെന്നും മോദി എക്സിൽ കുറിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിനെ ഹോക്കി ഇന്ത്യ പാരിതോഷികം പ്രഖ്യാപിച്ചു. ടീമിലെ ഓരോ താരത്തിനും 15 ലക്ഷം രൂപ വീതമാണ് ലഭിക്കുക. ഇന്ത്യൻ ടീമിലെ പഞ്ചാബിൽ നിന്നുള്ള താരങ്ങൾക്ക് 1 കോടി രൂപ വീതം നൽകുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, വൈസ് ക്യാപ്റ്റൻ ഹാർദിക് സിംഗ് ഉൾപ്പെടെ ഇന്ത്യൻ ടീമിലെ 10 താരങ്ങൾ പഞ്ചാബ് സ്വദേശികളാണ്.
ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.